ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് എൻ്റെ രാവിലത്തെ നാസ്തയാണ്. ഇത്ര ആർഭാടായിട്ടൊന്നും എൻ്റെ വീട്ടിൽ നാസ്ത ഉണ്ടാക്കലൊന്നുമില്ല, എന്നാലും വല്ലപ്പോഴും ഉണ്ടാക്കും. പക്ഷേ ഇപ്പം അതിനെ കുറച്ച് സ്പെഷ്യലാണ്, കാരണം ഹസ്ബൻഡ് നാട്ടിലെത്തിയോണ്ടുള്ള സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ മുട്ടാപ്പും അതിൻ്റെ കൂടെ ബീഫ് വരട്ടിയതും പിന്നെ മുട്ട ഫ്രൈ ചെയ്തതുമുണ്ട്. ഇതിപ്പോൾ ഞാൻ ഫ്രൈഡേ എടുത്ത വീഡിയോ ആണ്. വിചാരിക്കാതെ തന്നെ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഫ്രൈഡേ ആയിരുന്നു. കാരണം നോർമലായിട്ടൊന്നും വീട്ടിൽ നിന്നായിരുന്നു ഫുഡ് കഴിക്കൽ. പിന്നെ ഹസ്ബൻഡ് നാട്ടിൽ വന്നുകൊണ്ട് തന്നെ എൻ്റെ മൂത്തുമ്മയുണ്ട്, അവരിതാ എപ്പോൾ വന്നാലും നമ്മൾ ഫുഡ് കഴിക്കാണ്ടായിരുന്നു വിടില്ല. അപ്പോൾ നമ്മൾ ആഴത്തേക്ക് പോയിന് കേട്ടോ. അവിടെയാണെങ്കിൽ കുറച്ച് സ്പെഷ്യൽസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിയും എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ, എൻ്റെ മൂത്തുമ്മാൻ്റെ സ്പെഷ്യലാണ്. നമ്മൾ എത്ര ഉണ്ടാക്കിയാലും ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടലില്ല. ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ എപ്പോൾ അവിടെ പോയാലും അത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ നല്ല ബിരിയാണിയൊക്കെ ദം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ചിക്കൻ്റെ മക്രോണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവിടെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായേ. നമ്മൾ ഇതൊക്കെ കഴിച്ച് പിന്നെ നേരെ കോഴിക്കോടേക്ക് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇതാ എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡൊക്കെ അങ്ങനെ വെള്ളിയാഴ്ച റെഡി ആയിട്ടുണ്ട്. നമ്മളെ കണ്ണൂരുള്ളവർക്ക് അറിയാൻ പറ്റും, ഇത് നമ്മളെ ഏറ്റവും നോർമലായിട്ടുള്ളൊരു ഫുഡാണല്ലേ. നമ്മൾ സൽക്കാരം എന്ന് പറയുന്നത് ടേബിൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നുണ്ടാവും, അത്രമാത്രം ഐറ്റംസ് ഉണ്ടാവും. ഇത് നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്യുന്ന മെനുവിലുണ്ടാകുന്ന കുറച്ച് ഐറ്റംസ് ആണല്ലേ. പക്ഷെ എന്നാലും അവിടെ ഫ്രൂട്ട്സും നല്ല ബ്രെഡ് പുഡിങ്ങും ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ എല്ലാ അടിപൊളിയായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിതാ റൂട്ട് മാപ്പൊക്കെ ഇട്ട് നേരെ കോഴിക്കോടേക്ക് പോയെന്നേ. കോഴിക്കോടേക്ക് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും എനിക്കായാലും ഹസ്ബൻഡിനായാലും പോകാൻ നല്ലൊരു ഇഷ്ടമുള്ള സ്ഥലമാണ് കോഴിക്കോട്. അവിടുത്തെ ആ ഒരു നൈറ്റ് ലൈഫും അതേപോലെ തന്നെ അവിടുത്തെ ഫുഡും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കോഴിക്കോട് പോകുമ്പോഴൊക്കെ എന്നോട് മിക്കവരും ചോദിക്കലുണ്ട്, എന്താ അവിടെ അതിന് മാത്രം കാണാനുള്ളതെന്നൊക്കെ. അല്ലെങ്കിൽ നമ്മളടുത്തുള്ള പ്ലേസൊക്കെ ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ അന്നേരം ഞാൻ ഫുള്ളായിട്ട് അവിടെ കവർ ചെയ്തിട്ടില്ല. ഇപ്രാവശ്യം പോയപ്പോൾ എനിക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടെ ഞാൻ നോട്ട് ചെയ്ത് വെച്ച ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ പോകാനും എല്ലാം കാണാനും. പിന്നെ അവിടുത്തെ ഫുഡൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നും കുറച്ച് മാറ്റമുണ്ട്, അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും. എന്നിട്ടിതാ നമ്മൾ വൈകുന്നേരം ഒന്നും പറയാൻ പറ്റില്ല, ഏകദേശം ഒരു 7 മണിയൊക്കെ അതിന് അവിടെ എത്താനായപ്പോൾ. അപ്പോൾ അവിടെ നിന്ന് നല്ല ചായയൊക്കെ കുടിച്ചു. അവിടുത്തെ കല്ലുമ്മക്കായ എന്ന് പറയുന്നത് ഈ തോലോടെയാണ് കേട്ടോ ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. നമ്മളെ നാട്ടിൽ അങ്ങനെയല്ല. അങ്ങനെ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.